ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇഫ് ഐ ന്യൂ എന്ന് തുടങ്ങുന്ന സെൻറ്റൻസസ്, ഐ വിഷ് ഐ ന്യൂ എന്ന് തുടങ്ങുന്ന വേറെ ചില സെൻറ്റൻസസ്, ഇഫ് ഐ വേർ, ഐ വിഷ് ഐ വേർ, ഇതൊക്കെ ഡിഫറെൻറ്റ് വേസിൽ തുടങ്ങുന്ന സെൻറ്റൻസസ് ആണ്. അപ്പോൾ ഈ സെൻറ്റൻസസ് ഒക്കെ എങ്ങനെയാണ്, ഏത് സിറ്റുവേഷനിലാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് വരുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ലെസൺ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഇഫ് ഐ ന്യൂ എന്ന് തുടങ്ങുന്ന സെൻറ്റൻസസ്. ഇഫ് ഐ ന്യൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്ക് അറിയാമായിരുന്നെങ്കിൽ. ഇഫ് ഐ ന്യൂ, ന്യൂ എന്നാൽ നോ, അറിയുക എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ന്യൂ. ഇഫ് ഐ ന്യൂ എന്നാൽ എനിക്ക് അറിയാമായിരുന്നെങ്കിൽ. ഇഫ് ഐ ന്യൂ യുവർ ഫോൺ നമ്പർ ഐ വുഡ് കോൾ യു. ഇഫ് ഐ ന്യൂ യുവർ ഫോൺ നമ്പർ ഐ വുഡ് കോൾ യു. എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ അറിയാമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചേനെ. ഇത് ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റിലെ ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫോൺ നമ്പർ ഇല്ല, എങ്കിലും ഞാനൊന്ന് ഇമാജിൻ ചെയ്യുകയാണ്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ കയ്യിൽ ഫോൺ നമ്പർ ഉണ്ട് എങ്കിൽ ഞാൻ എന്താ ചെയ്യുക? ഐ വുഡ് കോൾ യു, നിങ്ങളെ ഞാൻ വിളിക്കുമായിരുന്നു. പക്ഷേ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരിക്കലും സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലല്ലോ, പക്ഷേ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇഫ് ഐ ന്യൂ യുവർ ഫോൺ നമ്പർ ഐ വുഡ് കോൾ യു. ഇഫ് ഐ ന്യൂ യുവർ ഇമെയിൽ ID ഐ വുഡ് സെൻഡ് യു ആൻ ഇമെയിൽ. ഞാൻ ഒരു ഇമെയിൽ അയച്ചേനെ, എന്തായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഇമെയിൽ ID അറിയാമായിരുന്നെങ്കിൽ. ഇപ്പോൾ പ്രസൻറ്റ് ടൈമിലെ കാര്യമാണ്. പ്രസൻറ്റ് ടൈമിൽ നിങ്ങളുടെ ഇമെയിൽ ID എൻ്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു മെയിൽ അയച്ചേനെ. ഇഫ് ഐ ന്യൂ യുവർ ലൊക്കേഷൻ ഐ വുഡ് കം ദർ. നിങ്ങളുടെ ലൊക്കേഷൻ അറിയാമായിരുന്നെങ്കിൽ ഞാനവിടെ വന്നേനെ. ഇതൊക്കെ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇല്ലാത്തൊരു കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാനത് ഇമാജിൻ ചെയ്യുകയാണ്. ഇപ്പോൾ ഈ സെൻറ്റൻസുകളിലെല്ലാം ഇഫ് ഐ ന്യൂ യുവർ ഫോൺ നമ്പർ ഐ വുഡ് കോൾ യു എന്ന് പറയുമ്പോഴും ഇഫ് ഐ ന്യൂ യുവർ ഇമെയിൽ ID ഐ വുഡ് സെൻഡ് ആൻ ഇമെയിൽ എന്ന് പറയുമ്പോഴും ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർബ് ന്യൂ. ന്യൂ എന്നാൽ അറിഞ്ഞു എന്നാണ്, പാസ്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് ടൈമിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നല്ലേ പറയുന്നത്, ഇപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നല്ലേ പറയുന്നത്. പക്ഷേ ന്യൂ ആണ് ഉപയോഗിക്കേണ്ടത്. പാസ്റ്റ് ടെൻസ് ഫോം, നോ എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് ന്യൂ. അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതൊരു ഇമാജിനറി സിറ്റുവേഷനാണ്, നമ്മളത് ഇമാജിൻ ചെയ്യുന്നതാണ്. ഇത്തരം സെൻറ്റൻസുകളെ നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസസ് എന്നാണ് പറയുന്നത്. പ്രസൻറ്റിൽ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ടത് ഇഫ് കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞാൽ വേർബിൻ്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഫോം തന്നെയാണ്. ഇഫ് ഐ ന്യൂ യുവർ ഫോൺ നമ്പർ ഐ വുഡ് കോൾ യു. നോക്കൂ, അടുത്ത ക്ലോസിൽ ഐ വുഡ് കോൾ യു, എന്ത് ചെയ്തേനെ എന്നാണ് പറയുന്നത്? ഐ വുഡ് കോൾ യു. അവിടെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വുഡ് പ്ലസ് വേർബിൻ്റെ ബേസ് ഫോം ഐ വുഡ് കോൾ. കോൾ എന്നത് വേർബിൻ്റെ V1 ഫോം അല്ലെങ്കിൽ ബേസ് ഫോമാണ്. അപ്പോൾ അതാണ് അത്തരം സെൻറ്റൻസുകളുടെ സ്ട്രക്ചർ. ഇനി ന്യൂ എന്ന വേർബാണ് നമ്മൾ ഉപയോഗിച്ചത്, അറിഞ്ഞിരുന്നെങ്കിൽ. ഇതിന് പകരം നമുക്ക് വേറെ ഏത് വേർബ് വേണമെങ്കിലും ഉപയോഗിക്കാം. അറിഞ്ഞിരുന്നെങ്കിൽ എന്നതിന് പകരം പറഞ്ഞിരുന്നെങ്കിൽ, ചെയ്തിരുന്നെങ്കിൽ, പോയിരുന്നെങ്കിൽ, വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഉപയോഗിക്കാം. ഇമാജിനറി സിറ്റുവേഷനാണ്, പ്രസൻറ്റ് ടൈമിൽ നമ്മൾ ചിന്തിക്കുന്നതാണ്. ഇഫ് ഐ വെൻറ്റ് ദർ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ എന്നായി. ഐ വെൻറ്റ് ആണ് ഉപയോഗിക്കുന്നത്, സെക്കൻഡ് ഫോം. ഗോ എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് വെൻറ്റ്. If I participated in the game, I would win. If I participated in the game, I would win. ഞാൻ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വിൻ ചെയ്തേനെ എന്നാണ്. പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേറ്റഡ് എന്ന സെക്കൻഡ് ഫോമാണ് അവിടെ ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രസൻറ്റ് ടൈമിലാണ് പറയുന്നത്, ഞാൻ ആ ഗെയിമിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഞാൻ വിൻ ചെയ്തേനെ എന്ന്. I would win. If I invited you, you would come. ഞാൻ നിങ്ങളെ ക്ഷണിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വന്നേനെ. അതും പ്രസൻറ്റ് മൊമെൻറ്റിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ വന്നേനെ.
ഇഫ് യു കെയിം ഐ വുഡ് ടോക്ക് ടു യു. നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചേനെ. ഇഫ് ഐ ടോക്ക് ടു യു യു വുഡ് ബി ഹാപ്പി. ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയേനെ, സന്തോഷമായേനെ, നിങ്ങൾക്ക് സന്തോഷമായേനെ എന്നാണ് പറയുന്നത്. യു വുഡ് ബി ഹാപ്പി, ഹാപ്പി ആയേനെ. അതുകൊണ്ടാണ് അവിടെ വുഡ് ബി ഉപയോഗിക്കുന്നത്. ഇഫ് ഐ ഹാഡ് മോർ ടൈം ഐ വുഡ് ഡു മെനി തിങ്സ്. ഇഫ് ഐ ഹാഡ് മോർ ടൈം, എനിക്ക് കൂടുതൽ സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ പല കാര്യങ്ങളും ചെയ്തേനെ. ഐ വുഡ് ഡു മെനി തിങ്സ്, ഐ വുഡ് ഡു. ഇഫ് ഐ ഹാഡ് മോർ ടൈം, ഐ ഹാഡ് എന്ന് പറയുന്ന ഹാഡ് എന്നത് ഹാവ് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം, സെക്കൻഡ് ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് കൂടുതൽ സമയമുണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തേനെ എന്നാണ്. ഇതൊക്കെ പ്രസൻറ്റ് മൊമെൻറ്റിൽ പറയുന്നതാണ്. നമ്മൾ പാസ്റ്റിൽ കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ പറ്റിയല്ല പറയുന്നത്, പക്ഷേ അത് സംഭവിക്കാൻ ഒട്ടും സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ്. അൺലൈക്ലി സിറ്റുവേഷൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് പറയുകയാണിത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ, അങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ. ഇഫ് ഐ ഹാഡ് മോർ ടൈം എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് ടൈമിൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് ടൈം, പക്ഷേ ഞാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, പക്ഷേ പ്രസൻറ്റ് ടൈമിൽ ഐ ഡോണ്ട് ഹാവ് ടൈം. പിന്നെ ഇഫ് ഐ എന്നതിന് പകരം ഈ സബ്ജക്റ്റ് നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. ഇഫ് ഐ ഹാഡ് ടൈം എന്ന് പറഞ്ഞ പോലെ ഇഫ് ഷീ ഹാഡ് ടൈം എന്നൊക്കെ പറയാം. സബ്ജക്റ്റ് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ. ഇഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ വേർബിൻ്റെ V2 ഫോം, അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലോസിൽ ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് പ്ലസ് വുഡ് പ്ലസ് ബെയർ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വേർബ് ആണ്, V1 ഫോം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ വുഡാണ് നമ്മൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളിലെല്ലാം, ഈ എക്സാമ്പിൾസിലൊക്കെ ഉപയോഗിച്ചത് വുഡല്ലേ. പക്ഷേ വുഡ് മാത്രമല്ല, നമുക്ക് കുഡ് ഉപയോഗിക്കാം, മൈറ്റ് ഉപയോഗിക്കാം. കാരണം ഇപ്പോൾ അത് ആ മീനിങ് അനുസരിച്ച് വ്യത്യാസപ്പെടും എന്ന് മാത്രം. ഇപ്പോൾ ആദ്യം ഒരു സെൻറ്റൻസ് നമ്മൾ പറഞ്ഞില്ലേ, ഇഫ് ഐ ന്യൂ യുവർ ഫോൺ നമ്പർ ഐ വുഡ് കോൾ യു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ വിളിച്ചേനെ എന്നാണ്. എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചേനെ എന്നാണ്. ഇതിന് പകരം ഇഫ് ഐ ന്യൂ യുവർ ഫോൺ നമ്പർ ഐ കുഡ് കോൾ യു. ഇവിടെ സാധിച്ചേനെ, വിളിക്കാൻ സാധിച്ചേനെ എന്ന മീനിങ് വന്നു. അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതാണ് നമ്മൾ മീൻ ചെയ്യുന്നതെങ്കിൽ കുഡ് ഉപയോഗിക്കാം, അതുപോലെ മൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ വുഡ് തന്നെ ഉപയോഗിക്കണം എന്നില്ല, മീനിങ് അനുസരിച്ച് മാറ്റാം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള സ്ട്രക്ചർ ഐ വിഷ് ഐ ന്യൂ. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു അല്ലെങ്കിൽ ആഗ്രഹിച്ചു പോകുന്നു. വിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നല്ലേ. പക്ഷേ ഇതും പ്രസൻറ്റ് മൊമെൻറ്റിലെ കാര്യമാണ്. പ്രസൻറ്റ് മൊമെൻറ്റിൽ നമുക്ക് സാധിക്കാത്ത ഒരു കാര്യം നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. അത് പ്രസൻറ്റ് മൊമെൻറ്റിലെ ഒരു റിഗ്രറ്റാണ്, ഇല്ലാത്തതിലുള്ള റിഗ്രറ്റ്, സാധിക്കാത്തതിലുള്ള റിഗ്രറ്റ്. ഐ വിഷ് ഐ ന്യൂ യുവർ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. അതാണ് ഐ വിഷ് ഐ ന്യൂ യുവർ ഫോൺ നമ്പർ. നോക്കൂ, ഐ വിഷ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, പിന്നെ ഉപയോഗിച്ചത് വേർബിൻ്റെ സെക്കൻഡ് ഫോം തന്നെയാണ്, അറിഞ്ഞു എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്, ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. അതാണ് ഐ വിഷ് ഐ ന്യൂ യുവർ ഫോൺ നമ്പർ. ഐ വിഷ് ഐ ന്യൂ യുവർ ഇമെയിൽ ID. ഐ വിഷ് ഐ ന്യൂ യുവർ ലൊക്കേഷൻ എന്നൊക്കെ. ഇത് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. പ്രസൻറ്റ് ടൈമിലെ റിഗ്രറ്റ് ആണ് അത് കാണിക്കുന്നത്. അവിടെയും വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ് ഉപയോഗിക്കേണ്ടത് എന്നോർക്കുക. പല ഡിഫറെൻറ്റ് വേർബ്സ് നമുക്ക് ഇതുപോലെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ഡോണ്ട് സിങ്, ഞാൻ പാടാറില്ല. ഐ വിഷ് ഐ സാങ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചു പോകുന്നു, ഞാൻ പാടിയിരുന്നെങ്കിൽ എന്ന്. ഐ സാങ് എന്നാണ്. പാടിയിട്ടില്ല, ഇപ്പോൾ ആഗ്രഹിച്ചു പോകുന്ന കാര്യമാണ്. പാടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഐ വിഷ് ഐ സാങ്. അപ്പോൾ സിങ് എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോം സാങ് എന്നാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. പ്രസൻറ്റ് ടൈം റിഗ്രറ്റ്. ഐ കാൺ സിങ്, എനിക്ക് പാടാൻ കഴിയില്ല. ഐ വിഷ് ഐ കുഡ് സിങ്, എനിക്ക് പാടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോകുന്നു. നോക്കൂ, ക്യാൻ എന്നല്ല അവിടെ ഉപയോഗിക്കുന്നത്, കുഡ് എന്നാണ്. ഐ വിഷ് ഐ കുഡ് സിങ്. ഐ ഡോണ്ട് ഡാൻസ്, ഞാൻ ഡാൻസ് ചെയ്യാറില്ല. ഐ വിഷ് ഐ ഡാൻസ്ഡ്, ഞാൻ ഡാൻസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു.
ഐ കാൺട്ട് ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയില്ല. ഐ വിഷ് ഐ കുഡ് ഡാൻസ്, എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആശിച്ചു പോകുന്നു, ആഗ്രഹിച്ചു പോകുന്നു. അവിടെ ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് കുഡ് ഉപയോഗിച്ചു. ഐ കുഡ് ഡാൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇഫ് ഐ വേർ എന്ന് തുടങ്ങുന്ന സെൻറ്റൻസസ് ആണ്. ഇഫ് ഐ വേർ, അതും ഒരു ഇഫ് ക്ലോസ് തന്നെയാണ്. ഇഫ് ഐ വേർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് സെക്കൻഡ് ടൈപ്പ് ഓഫ് കണ്ടീഷണൽ സെൻറ്റൻസസ് എന്ന് തന്നെയാണ് ഇതിനെയും പറയുന്നത്. ഇഫ് ഐ വേർ യു എന്ന് പറയും. അങ്ങനെ ആകുക എന്നത് ഒരിക്കലും സാധ്യമാവുന്ന ഒരു കാര്യമല്ല, ഒട്ടും സാധ്യമാവുന്ന കാര്യമല്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇഫ് ഐ വേർ യു, ഞാൻ നിങ്ങൾ ആയിരുന്നെങ്കിൽ. ഇഫ് ഐ വേർ യു ഐ വുഡൻറ്റ് ബൈ ദാറ്റ് ഷർട്ട്, ഞാൻ നിങ്ങൾ ആയിരുന്നെങ്കിൽ ഞാൻ ആ ഷർട്ട് വാങ്ങില്ലായിരുന്നു, ഞാൻ ആ ഷർട്ട് വാങ്ങില്ല. ഇഫ് ഐ വേർ യു ഐ വുഡൻറ്റ് ബൈ ദാറ്റ് ഷർട്ട് എന്ന് പറഞ്ഞാൽ ഇഫ് ഐ വേർ യു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ടൈമിലെ റിഗ്രറ്റ് തന്നെയാണ് അത്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ ഷർട്ട് വാങ്ങില്ല എന്ന പ്രസൻറ്റ് ടൈമിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ എന്നാണ്. ഐ വുഡൻറ്റ് ബൈ ദാറ്റ് ഷർട്ട്. അപ്പോൾ ഇത് പാസ്റ്റിൽ കഴിഞ്ഞു പോയ ഒരു കാര്യം അല്ല, പ്രസൻറ്റ് ടൈമിലാണ് നമ്മൾ ഇതുപോലെ പറയുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ, ഞാനായിരുന്നെങ്കിൽ ഞാൻ വാങ്ങില്ല എന്ന് ഇപ്പോൾ പറയുന്നതാണ്. ഇപ്പോൾ പ്രസൻറ്റ് ടൈമിൽ ആണ് നമ്മൾ പറയുന്നത്. ഇഫ് ഐ വേർ യു ഐ വുഡൻറ്റ് വെയിറ്റ്, ഞാനായിരുന്നു നിങ്ങൾ എങ്കിൽ, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് എങ്കിലും പറയുകയാണ്. ഇഫ് ഐ വേർ യു ഐ വുഡൻറ്റ് വെയിറ്റ്, ഞാൻ വെയിറ്റ് ചെയ്യില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്നാണ് പറയുന്നത്. അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല, എങ്കിലും നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് പറയുകയാണ്. അപ്പോൾ പ്രസൻറ്റ് ടൈമിലാണ് എന്ന് മാത്രം ആലോചിക്കുക, പാസ്റ്റിലെ കാര്യമല്ല പറയുന്നത്. പ്രസൻറ്റ് ടൈമിൽ നമ്മളത് പറയുകയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ. ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ, ഒരു പക്ഷി ആയിരുന്നെങ്കിൽ ഞാൻ ഐ വുഡ് ഫ്ലൈ, ഞാൻ പറന്നേനെ. നടക്കുന്ന കാര്യമാണോ? അല്ല, ഇമ്പോസിബിളാണ്. അതുകൊണ്ട് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് പറയുന്നതാണത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇഫ് ഐ വേർ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഐ വാസ് എന്നല്ല. സാധാരണ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ വാസ് എന്ന് ഉപയോഗിക്കണം, ഹീ ഷീ ഇതൊക്കെ ആണെങ്കിൽ വാസ് ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു സ്പെഷ്യൽ റൂളാണ്. കാരണം ഇത് ഇമാജിനറി സിറ്റുവേഷനാണ്, റിയലായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം അല്ല. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിൻ്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും വേർ എന്ന് തന്നെ ഉപയോഗിക്കാം. പിന്നെ വാസ് ഉപയോഗിക്കാറുണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിലൊക്കെ. പക്ഷേ ഒരിക്കലും ഇംഗ്ലീഷ് ഗ്രാമർ എക്സാംസ് ഒക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ചും പല കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ എഴുതുമ്പോൾ വേർ എന്ന് തന്നെ ഉപയോഗിക്കുക. ഇനി അടുത്തത് ഐ വിഷ് ഐ വേർ, ആഗ്രഹിച്ചു പോകുന്നു എന്ന് പറയില്ലേ, അതാണ് ഇവിടെ മീനിങ്. ഐ വിഷ് ഐ വേർ എ ബേർഡ്, ഓ ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ഐ വിഷ് ഐ വേർ യു, നീ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഐ ആം വെരി ഷൈ, അതാണ് ഫാക്റ്റ്. ഞാൻ വളരെ ഷൈ ആയിട്ടുള്ള ഒരാളാണ്. അത് ശരിയായ ഒരു റിയാലിറ്റിയാണ്. പക്ഷേ ഞാൻ ആഗ്രഹിച്ചു പോകുന്നത് എന്താ, ഞാൻ ഷൈ ആയിരുന്നില്ലെങ്കിൽ എന്ന്. ഐ വിഷ് ഐ വേറിൻറ്റ് ഷൈ. നോക്കൂ, വേർ നോട്ട് ഷൈ, അവിടെ വേർ തന്നെയാണ് ഐ കഴിഞ്ഞിട്ട് ഉപയോഗിച്ചത്. അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയതുകൊണ്ട് ഐ വേറിൻറ്റ് ഷൈ. ഐ വിഷ് ഐ വേർ ടോളർ, ഞാൻ കുറേ കൂടി പൊക്കമുള്ളതായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ഐ വിഷ് ഐ വേർ ടോളർ. ഇതാണ്. ഇപ്പോൾ ഐ വേർ, അതുപോലെ തന്നെ ഷീ ആണ് സബ്ജക്റ്റെങ്കിലും ഷീ വേർ, ഹീ വേർ എന്നൊക്കെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു.